അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവായൂർ ദേവസ്വത്തില് LD ക്ലർക്കിന്റെ 10ഓളം ഒഴിവുകൾ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടോ എന്നറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തില് LD ക്ലർക്കിന്റെ 10 ഒഴിവുകളോട് കൂടിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച വിവരം കഴിഞ്ഞ ദിവസത്തെ തൊഴിൽ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പലരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഗുരുവായൂർ ദേവസ്വത്തില് LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള 10 ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ മാസം 8-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നിയമനം നടത്തുന്നത് 179 ദിവസത്തെ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ജയവും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് 2026 ജനുവരി 1-ന് 18-ഉം 36 വയസ്സ്, അതുപോലെ തന്നെ 1990 ജനുവരി 1-നും 2008-നും ജനുവരി 2-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ അപേക്ഷയെ സംബന്ധിച്ച്, അതായത് ദേവസ്വം കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വയസ്സ്, യോഗ്യത, ജാതി, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വിജ്ഞാപനം വന്ന തീയതി, 6 മാസത്തിനുള്ളിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ദേവസ്വം ഓഫീസിൽ നേരിട്ട് നൽകാം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 വിലാസത്തിൽ തപാലിലായോ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫോമിന്റെ വില എന്ന് പറയുന്നത്, അപേക്ഷാ ഫോമിന് 59 രൂപ ഈടാക്കുന്നതാണ്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോറം സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ദേവസ്വത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക ഫോറം അല്ലാത്തതും രേഖകളില്ലാത്തതും അപൂർണവുമായ അവ്യക്തവുമായ യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കാത്തതുമായ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ 179 ദിവസത്തിന് ശേഷം പിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വീണ്ടും അപേക്ഷിക്കുമ്പോൾ 6 മാസത്തിന് ശേഷം മാത്രമേ അർഹത ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 8 വൈകിട്ട് 5 മണി വരെയാണ്. വിശദ വിവരങ്ങൾ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വന്ന് നേരിട്ടോ അല്ലെങ്കിൽ 0487 255 6335 എന്ന നമ്പറിൽ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. 0487 255 6335 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ LD ക്ലർക്കിന്റെ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾക്കുള്ള അപേക്ഷയാണ്, താൽക്കാലിക നിയമനത്തിനുള്ള അപേക്ഷകളാണ് വിളിച്ചിട്ടുള്ളത്. ജൂലൈ 8-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യത +2 കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. അപേക്ഷയ്ക്ക് സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷാ ഫോം നേരിട്ടോ വാങ്ങി അത് തപാൽ വഴിയോ അല്ലാതെയോ നേരിട്ടോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. അർഹരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.